കീഴില്ലം ഹണി ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിയിലെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇപ്പോൾ ഇത് കാണുന്നത് ചെറുതേനീച്ചക്കൂട്ടിലെ റാണി അഥവാ ഗൈനി അവ വിരിഞ്ഞിറങ്ങുന്ന ഒരു ദൃശ്യമാണ്. ഒരു കൂട്ടിൽ എപ്പോഴും റാണിയുടെയോ റാണി സെല്ലുകളുടെയോ ശേഖരം ചെറുതേനീച്ച കോളനികളിൽ എപ്പോഴും കാണാവുന്നതാണ്. ഇന്ന് 2025 ഡിസംബർ മാസം 19 തീയതി വൈകുന്നേരം 8:30 മണിയാണ്. ഈ സമയത്ത് രാത്രിയിൽ OHP പേപ്പർ വെച്ച് ഡിവിഷൻ ചെയ്ത് വെച്ച ഒരു കോളനിയിൽ നിരീക്ഷിക്കുമ്പോഴാണ് വിരിഞ്ഞിറങ്ങുന്ന ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഗൈനി കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ സംഭവം നമുക്ക് വ്യക്തമായി കാണാം. ചെറുതേനീച്ച കോളനിയിലെ ഗൈനി വിരിഞ്ഞിറങ്ങുന്ന ഒരു അസുലഭ നിമിഷമാണ് ഈ കാണുന്നത്. ഒരു കൂട്ടിൽ വലിയ തേനീച്ച കോളനിയിൽ ഗൈനി റാണികളുടെ വിരിഞ്ഞിറങ്ങുന്നത് നമുക്ക് മിക്കപ്പോഴും കാണാറുണ്ട്. എന്നാൽ ചെറുതേനീച്ച കോളനിയിൽ അതത്ര സാധാരണമായി നമുക്ക് കാണാൻ കഴിയാറില്ല. ഗൈനിയെ കാണാത്തവർക്കും ഗൈനിയെ കാണുവാനുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ മുട്ടയോട് ചേർന്ന് സാധാരണ വേലക്കാരി ഈച്ചയുടെ ഒരു മുട്ട കൂടി കാണാവുന്നതാണ്. ആ ചെറിയ മുട്ട വിരിഞ്ഞിറങ്ങി വരുന്നതാണ് വേലക്കാരി ഈച്ചയോ ആണീച്ചയോ ആയിട്ട് മാറുന്നത്. അതായത് ചെറിയ മുട്ട വേലക്കാരി ഈച്ചയുടെയോ ആണീച്ചയുടേതാകാം. വലിയ മുട്ട റാണീച്ച ആകാനുള്ള ഗൈനി വിരിഞ്ഞിറങ്ങുന്ന മുട്ടയാണ്. ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് വേലക്കാരി ഈച്ചകളുടെ ഒരു പരാക്രമം ചുറ്റും കാണാവുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങാൻ അതിനെന്തോ ചെറിയ തടസ്സമുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് അത് പുറത്തേക്ക് ഇറങ്ങാനായി ശ്രമിക്കുന്നത്. സാധാരണ വേലക്കാരി ഈച്ചകളെ അപേക്ഷിച്ച് ഇതിന് അല്പം കൂടി വലിപ്പമുണ്ട്. വിരിഞ്ഞിറങ്ങാനായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗൈനി വിരിഞ്ഞിറങ്ങുന്ന ദൃശ്യം നേരിട്ട് കാണുന്നത്. അത് നിങ്ങൾക്കായി പകർത്താൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട്. അവയുടെ ഉദരഭാഗം വെളിയിലേക്ക് ഇറക്കാൻ എന്തോ ഒരു തടസ്സം അവിടെ കാണുന്നുണ്ട്. എങ്കിലും അത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പുറത്തു വന്ന ഭാഗം തന്നെ സാധാരണ വേലക്കാരി ഈച്ചയുടെ അത്രയും വലിപ്പമുണ്ട്. ഇനി ഉദരഭാഗം ഇപ്പോഴും മുട്ടയ്ക്കുള്ളിലാണ്. നിങ്ങൾ കണ്ടു കാണും. അതിനോടടുത്ത് തന്നെ ഒരു ചെറിയ മുട്ടയുണ്ട്. അതാണ് വേലക്കാരിയാകാനുള്ള ഈച്ചയുടെ മുട്ട. അത് മറ്റു മുട്ടയെ അപേക്ഷിച്ച് അധികം വലിപ്പം കുറവാണ്. അവയും വിരിഞ്ഞിറങ്ങാനുള്ള ഒരു ഭാഗമായി അതിൻ്റെ ചെറിയ ദ്വാരം അതിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറായി ഞാൻ ഈ കൂടിൽ നിരീക്ഷിച്ചു വരികയാണ്. റാണി വിരിഞ്ഞിറങ്ങുന്ന ഒരു വീഡിയോ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്ര സമയം ഈ കൂട്ടിൽ ചെലവഴിക്കുന്നത്.
പൂർണ്ണമായിട്ടും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോൾ പുറത്തിറങ്ങാനായി വേലക്കാരി ഈച്ചയുടെ വലിയ സഹായമൊന്നും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. വേലക്കാരി ഈച്ചകൾ വന്ന് അവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഭാഗം കടിച്ച് കളയുവാനോ ദ്വാരം വലുതാക്കാനോ ഉള്ള ശ്രമം വേലക്കാരി ഈച്ചയുടെ ഭാഗത്തുനിന്ന് ഉള്ളതായി കാണുന്നില്ല. ഇതിൻ്റെ പിൻവശത്തെ കാലുകൾ ചലിക്കുന്നത് നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. എങ്ങനെയെങ്കിലും അത് പുറത്ത് കിടക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. എനിക്ക് തോന്നുന്നത് മറ്റ് ഈച്ചകൾ അവയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ അവ തമ്മിൽ പരസ്പരം കൈമാറുന്നത് പോലെ തോന്നുന്നു. ഓരോ ഈച്ചയും മാറി മാറി വന്ന് അവർ പരസ്പരം എന്തോ കൈമാറുന്നുണ്ട്. ഒരുപക്ഷെ അത് ഗൈനിക്കുള്ള ആഹാരമാകാം. അവസാനം അത് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ അവസാന ദൃശ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഉദരഭാഗം കുറച്ചുകൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവൾക്ക് പൂർണ്ണമായും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് കരുതുന്നു. ഇപ്പോൾ 8 മിനിറ്റായി ഈ വീഡിയോ പിടിച്ചിട്ട്. ആ റാണി പൂർണ്ണമായിട്ടും ഗൈനി പുറത്തേക്കിറങ്ങുന്നു. അത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവയുടെ വലിപ്പം മറ്റ് ഈച്ചയെ അപേക്ഷിച്ച് ഇപ്പം കൂടുതലാണ്. അത് താഴേക്ക് ഇറങ്ങിയാൽ അവ നമുക്ക് വ്യക്തമായി കാണാമായിരുന്നു. റാണിയാകാനുള്ള കുമാരി റാണിയാണ് കാണുന്നത്. പുറത്തേക്കിറങ്ങിയാൽ അവർ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കഴിയുമെന്ന് കരുതുന്നു. പയ്യെ താഴോട്ടിറങ്ങുന്നു. മുട്ടയുടെ സൈഡിലൂടെ താഴോട്ടിറങ്ങുന്നു. മറ്റ് ഈച്ചകൾ എന്തൊക്കെയോ അതിന് കൈമാറുന്നുണ്ട്. അതിനുള്ള ഫുഡാകുമെന്ന് കരുതുന്നു. അതിൻ്റെ കണ്ണുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയോ മറ്റ് വേലക്കാരി ഈച്ചകൾ പുതിയതായി ഇറങ്ങി വന്ന ഈച്ചകൾക്ക് കൈമാറുന്നുണ്ട്. പുറത്തേക്കിറങ്ങി കണ്ടോ, അതിൽ വലുപ്പത്തിലുള്ള വ്യത്യാസം. മറ്റ് ഈച്ചകളെ അപേക്ഷിച്ച് അവ വലുപ്പം കൂടുതലുണ്ട്. പിരിഞ്ഞിറങ്ങിയ ഈച്ച പയ്യെ അതിൻ്റെ ഇടയ്ക്കിട്ട് പോകുന്നു. ഓക്കേ.